ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു കേക്കാണ്. ക്രിസ്മസിന് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. നമുക്ക് ഓവനൊന്നും വേണ്ട, അതുപോലെ തന്നെ കുക്കറും ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് നമ്മൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ട് മിക്സിക്കകത്തൊന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് പഞ്ചസാരയുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് മിക്സിക്കകത്ത് നല്ല വൃത്തി അടിച്ചെടുക്കാം. അതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിന്. അതുപോലെ തന്നെ ഏകദേശം ബേക്കിംഗ് പൗഡർ ഏകദേശം 1 സ്പൂണ്, അതുപോലെ ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂണ്, അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ ഏകദേശം 1 സ്പൂണോളം തന്നെ നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിനകത്തോട്ട് കുറച്ച് നമ്മൾ ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ചത് ഒരു നുള്ള്, എത്രയൊന്നും വേണ്ട, ഒരു നുള്ള് ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും അതുപോലെ നല്ലതുപോലെ നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ലപോലെ അടിച്ചിട്ട് അതിൻ്റെ ടെക്സ്ചർ, കേക്കിൻ്റെ ടെക്സ്ചർ ആയി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. വെള്ളമല്ല, പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതാദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിനകത്തോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ, അല്ലെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ബബിൾസിലെ പോകാൻ നമുക്കൊന്ന് നല്ല തട്ടി കൊടുക്കാം. അതുപോലെ നല്ല വൃത്തി തട്ടി കൊടുത്താൽ ഉള്ളിലത്തെ ബബിൾസെല്ലാം പോവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ബബിൾസ് എല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് ഞാൻ കുക്കറൊന്നല്ല ഉപയോഗിക്കുന്ന, ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പാത്രം ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 40-45 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമുക്കിതുപോലെ അടച്ചു വെച്ച് ഒരു 40-45 മിനിറ്റ് വേവിച്ചെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോന്ന്. അപ്പോൾ നമ്മൾ 45 മിനിറ്റായി, നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുത്തി കൊടുക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം. കേക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിന്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ക്രിസ്മസിന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.